കുട്ടനാടും കോട്ടയത്തും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. താറാവുകൾ കൂട്ടത്തോടെ ചത്തത് പക്ഷിപ്പനി കാരണമെന്ന് സ്ഥിരീകരണം. അടിയന്തര നടപടികൾക്ക് അധികൃതർ നിർദ്ദേശം നൽകി. ഇസത്ത് ചേരുന്നു. ഇസത്ത്, എന്ത് നടപടി സ്വീകരിച്ചു? പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് ഇതിനെ കൊന്നൊടുക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നിട്ടുണ്ടോ? ധന്യ, ഇന്ന് രാവിലെയാണ് ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുട്ടനാട് ഭാഗത്ത് ഉള്ള ഒരു പക്ഷി വളർത്തൽ കേന്ദ്രത്തിലാണ്, താറാവ് വളർത്തൽ കേന്ദ്രത്തിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രയധികം താറാവുകളാണ് ഇന്ന് ചത്തിരിക്കുന്നതെന്ന്. അതിൽ പലതും ഇപ്പോൾ ഈ പാടത്തുള്ള താറാവുകളിൽ തന്നെ പലതിനും കാഴ്ച നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ പനി സ്ഥിരീകരിച്ചതുമാണ്. ഇനി ഇതിനെയെല്ലാം കൂട്ടത്തോടെ നശീകരിക്കേണ്ട ഒരു സന്ദർഭത്തിലേക്ക് വരെ എത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ നമ്മളോടുകൂടെ കർഷകനായിട്ടുള്ള ബാബു ചേരുന്നുണ്ട്. ചേട്ടാ, എത്രയധികം താറാവുകൾ ഇന്ന് മരിച്ചിട്ടുണ്ട്? ഇന്ന് ഒരു 300 എണ്ണം മരിച്ചിട്ടുള്ളൂ. ഇന്നലെ മിനിഞ്ഞാന്നും 4 നാളായിട്ട് 1000-1300 വീതം ചത്തുകൊണ്ടിരുന്നത്. ബാക്കി ഉള്ളതിനൊന്നും കണ്ണില്ല, ഇങ്ങനെ തലയിട്ട് വിറപ്പിച്ച് കിടക്കുകയാണ്. കണ്ണ് കാഴ്ചയില്ല. എത്ര രൂപയുടെ നഷ്ടം മൊത്തത്തിൽ വന്നിട്ട്? നഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ 300 രൂപ വില നമുക്ക് കിട്ടേണ്ട സാധനം 10 ദിവസം കഴിഞ്ഞു. ഇപ്പം ഒരു കൊല്ലം കൂടെ കൂട്ടിയ കാര്യമുണ്ട്. അല്ല, ഇത് ക്രിസ്മസ് കാലവും അതുപോലെ തന്നെ സീസണാണല്ലോ. ജനുവരി 15 പിടിക്കത്തക്ക താറാവായതല്ല. ക്രിസ്മസിന്റെ ഈ ഭാഗം കഴിഞ്ഞിട്ട് അടുത്ത ടേൺ പിടിക്കേണ്ട താറാവായി. അതിനനുസരിച്ചുള്ള നഷ്ടങ്ങളൂടെ ഉണ്ട്. തന്നെ മാത്രമല്ല, ഇതിനകത്ത് ഇപ്പൊ പ്രധാനമായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു ഭീതി എല്ലാവരുടെയും ഇടയിൽ പരന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ പനിയാണ്, അതുകൊണ്ട് തന്നെ മാംസ വ്യാപാരത്തിൽ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഇനി വരാൻ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പക്ഷിപ്പനി ഈ പറഞ്ഞ പോലെ മാംസ വ്യാപാരത്തെ സാരമായിട്ട് ബാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ജില്ലാ ഭരണകൂടങ്ങൾ ഇതിനടിസ്ഥാനമായിട്ടുള്ള കാര്യകാരണങ്ങൾ തേടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നെല്ലാമാണ് ഇപ്പോൾ നമുക്ക് ഒടുവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ധന്യ.